എന്തായാലും ഉത്തരേന്ത്യയിലടക്കം രാഷ്ട്രീയമായി ഇത് നഷ്ടമുണ്ടാക്കാനാണ് സാധ്യത എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടാകും. പക്ഷേ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ആശയധാരയിലൂടെ മുന്നോട്ട് പോകുന്ന പാർട്ടിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനേ സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നമുക്ക് മനു ഈ കേരളത്തിന്റെ സാഹചര്യം കൂടി പറഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. കാരണം ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലെ ചില നേതാക്കൾ, മന്ത്രിമാർ, നമുക്കറിയാം വളരെ പ്രമുഖരായ ആളുകൾക്കൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാപരമായി ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം, അതിനക്ഷതം എന്ന് അല്ലെ, അങ്ങനെയാണ് പറയുന്നത് എന്നാണല്ലോ അത് ലഭിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാള് കെ ബി ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ ഈ അക്ഷതം ഏറ്റുവാങ്ങുന്നതിന്റെ ദൃശ്യം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതേസമയം കോൺഗ്രസിന് അപ്രതീക്ഷിതമായ ഒരു പ്രതികരണം ആദ്യം ഉണ്ടായത് NSSൽ നിന്നാണ്. ഉദ്ഘാടന ചടങ്ങും ക്ഷണവും നിരസിച്ചത് ഈശ്വര നിന്ദയാണ് എന്ന തരത്തിൽ വളരെ പെട്ടെന്ന്, അതായത് ഈ തീരുമാനം പ്രഖ്യാപിച്ച ഉടനെ തന്നെ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രതികരണം NSSന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നുള്ളത് എടുത്തു പറയണം. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാടുകളെ, BJPയുടെ നിലപാടുകളെ എന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ക്ഷേത്ര നിർമ്മാണത്തെയും ആ ചടങ്ങിനെയും ഒക്കെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനു, അല്ലെ, ക്ഷേത്ര നിർമ്മാണത്തെ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ഒരിക്കലും ഇത്തരം സംഘടനകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിൽ ഒരു വശം. രണ്ടാമത്തേത്, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലായിടത്തും പോകുന്നു. ഇപ്പോൾ അക്ഷതം എന്ന് പറയുന്നത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇതാണല്ലോ. നമുക്ക് അത് നെല്ലും അരിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന, ചിലത് മഞ്ഞൾ ചിലയിടത്ത് ഉപയോഗിക്കും, ചിലയിടത്ത് അതിൽ കുങ്കുമവും ചേർക്കും. അങ്ങനെയൊക്കെ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന അക്ഷതം കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുന്നു, ഇത് പൂജിച്ചതാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് എല്ലാ വീടുകളിലേക്കും ഒരു ക്യാമ്പയിൻ എന്ന തരത്തിലേക്ക് എത്തുകയാണ്. ആ ക്യാമ്പയിനിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം NSSുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. സ്വാഭാവികമായി NSSന്റെ ഒരു നിലപാട് നേരത്തെ കൂട്ടി തന്നെ ഈ അക്ഷതം ഏറ്റുവാങ്ങുന്നതോടുകൂടി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സ്വാഭാവികമാണ്. NSSന് ഈ ക്ഷേത്രത്തെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാനില്ല. അത് വലിയ പ്രതിഷേധം അതിനകത്ത് തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ NSSന്റെ ആ നിലപാടും ഇതുപോലത്തെ സാമുദായിക സംഘടനകൾക്കും ഹൈന്ദവ ക്ഷേത്രങ്ങളെ, അവരുടെ ആചാരങ്ങളെ എതിർക്കാം, അനാചാരങ്ങളെ എതിർക്കാം, അതൊക്കെ ഒരു വശത്ത്. പക്ഷേ ക്ഷേത്രത്തെ ആകമാനം എതിർക്കുക, പ്രത്യേകിച്ച് ശ്രീരാമ വിശ്വാസത്തെ എതിർക്കാനൊന്നും ഒരു കാരണവശാലും കഴിയില്ല. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ ബാലന് 5 വയസ്സുള്ള ഒരു ശ്രീരാമൻ ആണല്ലോ അവിടുത്തെ ഒരു പ്രതിഷ്ഠയായി വരുന്നത്. അപ്പോൾ കുഞ്ഞായി ശ്രീരാമൻ. അപ്പോൾ ആ ശ്രീരാമൻ ഒരുപക്ഷെ ഈ രാജ്യത്തെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവ വിശ്വാസം പരിപാലിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു വികാരമായി മാറുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മേരെ രാം പ്രഭു ഘറായേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ എല്ലായിടത്തും വ്യാപകമായി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ സംഘടനകൾക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല.